അശ്വചിത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യുദ്ധം നടക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന യുദ്ധം നടക്കുന്നു. സർവനാശം വിതച്ചതിന് ശേഷം ഒരു ചർച്ചയിലേക്ക് പോകുന്നു. ആ രീതിയിലൊക്കെ മാറുമ്പോൾ ശരിക്കും ലോകത്ത് വലിയൊരു ആശങ്കയുടെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. UN എന്ന് പറയുന്നത് ഒരു ശക്തിയുമില്ലാത്ത വെറുമൊരു ജോക്കായി മാറുന്നു എന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. സദ്യ ഒരുപക്ഷെ ഈ അന്താരാഷ്ട്ര ഇടപെടലുകൾ അല്ലെങ്കിൽ UN ഇടപെടൽ എന്നൊക്കെ കടലാസിൽ പറയുമെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ അടിയന്തരമായി ഇത്തരം സംഘർഷങ്ങളെ നിയന്ത്രിക്കുന്നതിനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇത്തരം ഇടപെടലുകൾ എത്രത്തോളം പ്രാപ്തമാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം UAE പോലെ അല്ലെങ്കിൽ ഗൾഫ് നാടുകൾ പോലെ വളരെ സാമ്പത്തികമായൊക്കെ വലിയ തോതിൽ ബാധിക്കാവുന്ന തരത്തിൽ, അതായത് അവിടെയുള്ള ആക്രമണങ്ങൾ വളരെ ചെറിയൊരു ജനതയല്ല, ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെയാണ് കാര്യമായി ബാധിക്കുക. അത്തരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോലും ഈ അന്താരാഷ്ട്ര ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ UN സമിതികൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയും ഒപ്പം മറ്റൊരു ഭാഗത്ത് ഇസ്രായേലുമാണ്. UN നടപടികളുമായി അല്ലെങ്കിൽ UN താക്കീതുമായൊന്നും കാര്യമായി ഇതുവരെ സഹകരിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഒപ്പം പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് UN ഇടപെടൽ കൊണ്ട് അടിയന്തരമായൊരു സമാധാനം സാധ്യമാവും എന്ന് നമുക്ക് ഇപ്പോൾ കരുതാനാകില്ല. മാത്രമല്ല, ഇതിൽ ഒരു കാര്യമായൊരു ഇമ്പാക്റ്റ് മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം വളരെ നിർണായകവുമാണ്. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ ഈ വിഷയത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമാധാന ശ്രമത്തിനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു സൊല്യൂഷൻ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്.